കാണിക്കുന്നത് ഒരു ഇംഗ്ലീഷ് ഡെസേർട്ടായ ട്രൈഫിൾ പുഡിംഗ് ആണ്. ഇത് പൊതുവെ കസ്റ്റേർഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാനിന്ന് കസ്റ്റേർഡ് ചേർക്കുന്നില്ല, വിപ്ഡ് ക്രീം മാത്രം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റേർഡും കൂടി ആഡ് ചെയ്യാം. ഞാനിന്ന് എടുത്തിരിക്കുന്നത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇത് ഷുഗർ ചേർത്തിട്ട് വരുന്നതായതുകൊണ്ട് ഇതിൽ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് വിപ്പ് ചെയ്യുന്ന സമയത്ത് അല്പം വാനില എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീമിന് 300 ഗ്രാം മിൽക്ക് മെയ്ഡ് എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ പൈനാപ്പിൾ, ആപ്പിൾ, പഴം, മാങ്ങ, മുന്തിരി, പോമഗ്രാനൈറ്റ് സീഡ്സ് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ പുഡിങ്ങിന് വേണ്ടി അല്പം കേക്കും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ സാധാ നേന്ത്രപ്പഴം ചേർത്തുണ്ടാക്കിയ സാധാ കേക്കാണ്. നിങ്ങൾക്ക് വാനില കേക്കോ ചോക്ലേറ്റ് കേക്കോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇന്ന കേക്ക് എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഈ കേക്ക് 2-3 എണ്ണം ഈ 2 ഗ്ലാസ്സുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് 2-3 പീസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ കേക്കിൻ്റെ മുകളിലേക്ക് അല്പം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്കൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഈ ഷുഗർ സിറപ്പ് ഞാൻ ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ടാക്കിയ ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്രൂട്ട്സ് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ്സിലും ഓരോ ടേബിൾ സ്പൂൺ വീതം ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ വിപ്ഡ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ കാണിച്ച ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തതാണ്. അല്പം വാനില എസൻസും കൂടി അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഷുഗർ ചേർത്തിട്ടില്ല. ഇതിൽ ഓൾറെഡി മധുരം ഉള്ളതാണ്. ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ പുഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ വലിയ ബൗളിൽ ഒരുമിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ ഗ്ലാസ്സുകളിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് നല്ല ഭംഗിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. വലിയ ബൗളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് വിളമ്പി എടുക്കുന്ന സമയത്ത് ആകെ കൊളായി പോവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ചെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ചെറി സിറപ്പാണ്. സിറപ്പ് നിങ്ങൾക്ക് സ്ട്രോബെറി വേണമെങ്കിലും അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതുപോലെ വീട്ടിലുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും 2 പീസ് കേക്ക് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം കൂടി ഫ്രൂട്ട്സ് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്ഡ് ക്രീം നന്നായിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റേർഡും കൂടി ചേർക്കാവുന്നതാണ്. പൊതുവെ ട്രൈഫിൾസിൽ കസ്റ്റേർഡ് ചേർക്കാറുണ്ട്. പക്ഷേ ഞാനിത് അല്പം ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ള ഇതിൽ കസ്റ്റേർഡ് അങ്ങ് ഒഴിവാക്കിയതാണ്. ആ ഒരു സ്റ്റെപ്പ് അങ്ങ് വേണ്ടാന്ന് വെച്ചതാണ്. വിപ്ഡ് ക്രീം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയാൽ തന്നെ ഇത് വളരെയേറെ ടേസ്റ്റാണ്. കസ്റ്റേർഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറി വെച്ച് കൊടുക്കാം. അതുപോലെ അല്പം പിസ്തയും കൂടി വെച്ച് കൊടുക്കാം. പിസ്തയോ ബദാമോ എന്ത് വേണമെങ്കിലും വെക്കാം. അങ്ങനെ വളരെ ഭംഗിയേറിയ നമ്മുടെ ട്രൈഫിൾ പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.